മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസിലെ സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ ഉടൻ സമീപിക്കാൻ വനം വകുപ്പ്. വേടനെ പിടികൂടിയ കോടനാട് DFO ആണ് മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസും അന്വേഷിക്കുന്നത്. പുലിപ്പല്ല് കേസിൽ വേടനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വനം വകുപ്പിന് രൂക്ഷ വിമർശനം നേരിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് വനം വകുപ്പിന്റെ പുതിയ നീക്കം. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുകയാണ്. സഹിൻ, ഈ കോടനാട് DFOയെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു വലിയ ക്രിമിനൽ കുറ്റവാളിയെ പോലെ വേടനെന്ന് പറയുന്ന റാപ്പറെ കൊണ്ടു നടന്നത് വലിയ രീതിയിൽ വിമർശിച്ചു. ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ മുന്നണി സംസ്ഥാന സെക്രട്ടറി, CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ രൂക്ഷമായ വിമർശനം വകുപ്പിനെതിരെ നടത്തുമ്പോൾ ഒരു സമ്മർദ്ദ ഫലമായിട്ടാണോ ഇപ്പോൾ ഈ നാളുകൾക്ക് ശേഷം മോഹൻലാലിനെതിരായ ആനക്കൊമ്പ് കേസ് ഉയർത്തെഴുന്നേൽക്കുന്നത്? അപ്പില്ല, സമ്മർദ്ദത്തെക്കാളപ്പുറം ഒരു മുഖം വെളുപ്പിക്കൽ നടപടിയായിട്ടാണ് ഇതിനെ കരുതേണ്ടത്. കാരണം നമ്മൾക്കറിയാം, വേടൻ്റെ ഈ കേസ് പിടികൂടിയപ്പോൾ വനം വകുപ്പ് രൂക്ഷമായി വിമർശിക്കപ്പെട്ട പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് കേസ് തന്നെയായിരുന്നു. ഇതേ DFO തന്നെ അന്വേഷിച്ച കേസാണ് ആനക്കൊമ്പ് കേസ്. 2012 ഈ കേസ് വനം വകുപ്പ് എടുക്കുകയാണ്. 2011 ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തുമ്പോഴാണ് തേവരയിലെ വീട്ടിൽ, മോഹൻലാലിൻ്റെ തേവരയിലെ വീട്ടിൽ പരിശോധന നടത്തുമ്പോഴാണ് 4 ആനക്കൊമ്പും 3 ആനക്കൊമ്പിൽ തീർത്ത വസ്തുക്കളും അടക്കം 7 വസ്തുക്കൾ പിടിച്ചെടുത്തത്. അങ്ങനെ ഇവയെല്ലാം പിന്നീട് കേസുമായി മുന്നോട്ട് പോകുന്നു. 2022 മോഹൻലാലിനെ 1-ാം പ്രതിയാക്കിക്കൊണ്ട് വനം വകുപ്പ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുന്നു. 2023 സെപ്റ്റംബർ 18 ഈ കേസ് താൽക്കാലികമായി സ്റ്റേ ചെയ്തുകൊണ്ട് 6 മാസത്തേക്ക് സ്റ്റേ ചെയ്തുകൊണ്ട് വിചാരണ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടാകുന്നത്. പക്ഷേ 6 മാസം കഴിഞ്ഞിട്ടും വനം വകുപ്പ് അതിൽ തൊടാൻ തീരുമാനിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇത് വീണ്ടും പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ ഈ 5 മാസങ്ങൾക്ക് ശേഷം, 2025 തുടങ്ങി 5 മാസങ്ങൾക്ക് ശേഷമാണ്. 2024 പോയി, 25 തുടങ്ങി 5-ാം മാസമാണ് വനംവകുപ്പ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതും വേടൻ കേസിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ കേട്ട ശേഷം മാത്രമാണ് വനം വകുപ്പ് മോഹൻലാലിൻ്റെ കേസിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും വരും ദിവസം ഈ സ്റ്റേ അത് വെക്കേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ വനം വകുപ്പ് സമീപിക്കും. മാത്രമല്ല, ഇതേ DFO തന്നെ വേടൻ്റെ കേസ് അന്വേഷിച്ചാൽ അതേ DFO തന്നെയായിരിക്കും അതിലും നടപടിയുമായി മുന്നോട്ട് പോകുക. ഓക്കെ, താങ്ക് യു. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസിലെ സ്റ്റേ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ സമീപിക്കാൻ ഒരുങ്ങുന്ന കോടനാട് DFO ഉൾപ്പെടെയുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രധാനപ്പെട്ട നീക്കം ഇപ്പോൾ വേടനെതിരായ കേസിൽ കാണിച്ച അമിത ആവേശം, അതിൽ നേരെയുണ്ടായ വിമർശനത്തെ വെളുപ്പിക്കലാണ്, മുഖം വെളുപ്പിക്കൽ മാത്രമാണ് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വായിച്ചെടുക്കേണ്ടത്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.